നമുക്ക് എഴുന്നേറ്റ് നിന്ന് 139 സങ്കീർത്തനം വായിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. 139 സങ്കീർത്തനം. സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു. എന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ! അവയുടെ ആകത്തുകയും എത്ര വലിയത്! അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു. ദൈവമേ, നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. രക്തപാതകന്മാരെ എന്നെ വിട്ടു പോകുവീൻ. അവർ ദ്രോഹമായി നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. നിന്റെ ശത്രുക്കൾ നിന്റെ നാമം വൃഥാ എടുക്കുന്നു. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണ ദ്വേഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു. അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ദൈവത്തിന് സ്തോത്രം. പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ, വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തും, വാഴ്ത്തുക തൻ പാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്തും, പാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്തും. വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഇന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്നിരിക്കുന്നല്ലോ. ആരാധനയെ കൈക്കൊള്ളണമേ, ആരാധനയിൽ പ്രസാദിക്കണമേ, ആരാധനയിൽ സാക്ഷ്യം കൽപ്പിക്കണമേ. ഞങ്ങൾ പ്രാണൻ സംസാരിക്കട്ടെ. ദൈവത്തിന്റെ പക്ഷക്കാരായി ഞങ്ങൾ കർത്താവെ അനേകർ കർത്താവെ വേർതിരിയുവാൻ തക്കവണ്ണം യേശുവേ ഈ ആരാധന കർത്താവിന്റെ നാമത്തിൽ ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതാ ഇതിനെ സംബന്ധിക്കുന്ന ഏവരും, കേൾക്കുന്ന ഏവരും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരം വചനത്തോടുകൂടിയും ദൈവശക്തിയോടുകൂടിയും ഹൃദയങ്ങളോടുകൂടിയും ഉണ്ടായിരിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മഹത്വത്തോട് കൂറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ഉപകരിക്കാം. ക്രിസ്തു യേശുവിന്റെ ധന്യമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവത്തിന്റെ ജനമായിട്ട് ആരാധനയ്ക്കായി വേർതിരിഞ്ഞ ജനം
എന്തിനു വേണ്ടി നിങ്ങളെ വിളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനെന്ന് അല്ല ഉത്തരം. എന്തിനു വേണ്ടി നിങ്ങൾ ഈ വഴിക്ക് വന്നു എന്ന് ചോദിച്ചാൽ അതിന് എൻ്റെ പ്രശ്നങ്ങൾ തീരാൻ എന്നുള്ളതല്ല വചനം. അത് ഒക്കെയും ഇതിലേക്ക് വരാനുള്ള മാർഗങ്ങളാണ്. പട്ടിണി ഭക്ഷണക്ഷാമം കൊണ്ട് ഭക്ഷ്യക്ഷാമത്തിന് ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെട്ട് വന്നവരുണ്ട്. അത്ഭുതം കാണാൻ എത്തിയവരുണ്ട്. രോഗസൗഖ്യം പ്രാപിക്കാൻ എത്തിയവരുണ്ട്. കർത്താവിനെ ഒന്ന് കാണാൻ എത്തിയവരുണ്ട്. ഇതൊക്കെ ശരിയാണ്. എന്നാൽ വന്നത് ഏത് തരത്തിലും ആകട്ടെ, ശൗലിനോട് പറഞ്ഞതുപോലെ കാണാതെ പോയ കഴുതയെ കണ്ടുകിട്ടി. കഴുത കാണാതെ പോയതെന്ന് പറഞ്ഞാൽ ചില മണിക്കൂറുകൾ നേരത്തേക്കാണ്. നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അപ്പൻ്റെ കാളയും അപ്പൻ്റെ കഴുതയും വയലും തോട്ടവുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ശൗലിനെ അവനെ ആ ഭവനത്തിൽ നിന്ന് പുറത്തിറക്കണം. പുറത്തിറക്കി ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകന്റെ അടുത്ത് എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് ദൈവത്തിന്റെ കരമാണ് കഴുതയെ മാറ്റിയത്, കഴുതയെ മറച്ചത്. അതവർ കാണുന്നില്ല. അപ്പം പറഞ്ഞു, മകനെ, കഴുതയെ കണ്ടില്ല, ഒന്ന് അന്വേഷിച്ച് പോയിട്ട് വാ. അങ്ങനെ ബാല്യക്കാരനുമായിട്ട് ശൗല് ഇറങ്ങി തിരിച്ചു. നടന്ന് 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 അവിടുന്ന് ഇവര് അപ്പന്റെ കാഴ്ചയ്ക്ക് മറിഞ്ഞപ്പോഴേ തന്നെ കഴുതയെ കണ്ടു കിട്ടി. അവരവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ദൈവത്തിന്റെ ഉദ്ദേശം അതാണ്. അങ്ങനെ ശമൂവേൽ പ്രവാചകന്റെ അടുക്കൽ എത്തി. പ്രവാചകൻ പറഞ്ഞു, കഴുതയെ കിട്ടിയല്ലോ. നിങ്ങൾ എവിടെ പോയതാ? ഞങ്ങൾ കഴുതയെ അന്വേഷിച്ച് ഇറങ്ങിയതാ. കഴുതയെ കിട്ടി. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? നീ കഴുതയെ കാണാതെ പോയതിന്റെ കാരണം ഇസ്രായേലിനൊരു പ്രത്യാശയുണ്ട്, ദൈവജനത്തിനൊരു പ്രത്യാശയുണ്ട്. എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം. ഞങ്ങളെ നടത്താനും വരാനും പോകാനും ഞങ്ങളെ നിയന്ത്രിക്കാനും ഒരു തലവൻ അത് ഞങ്ങൾക്ക് വേണം. ഇത് ഇസ്രായേലിന്റെ ആശയാണ്. അവരെന്നോട് പറഞ്ഞതാ, നിലവിളിച്ചതാ. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന ന്യായാധിപന്മാർ അവിശ്വസ്തത കാണിച്ചു. ശമൂവേൽ പ്രവാചകൻ നല്ല ഭംഗിയായിട്ട് ഇസ്രായേൽ ജനത്തെ നടത്തിയെങ്കിലും മക്കള് ചൊവ്വല്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും തിരിഞ്ഞതാണ്. അവർക്ക് ഒരാഗ്രഹം ഉണ്ടായതാ, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. അപ്പോൾ ന്യായപ്രമാണം കൊടുത്തപ്പോൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് ആഗ്രഹം വന്നാൽ, അങ്ങനെ നിങ്ങളൊരു രാജാവിനെ നിങ്ങളുടെ മേൽ ആക്കി വയ്ക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളായിരിക്കണം. 12 ഗോത്രങ്ങളുണ്ട്. ഈ 12 ഗോത്രങ്ങളിൽ നിന്ന് ഉള്ള ഒരാളായിരിക്കണം എന്ന് പ്രത്യേകിച്ച് വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ഈ 12 ഗോത്രങ്ങളിൽ രാജാവിനെ തിരഞ്ഞു പോയി എവിടെ കിട്ടും? അത് അത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. രാജാവായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള ആലോചന അത് ദൈവത്തിന്റെ പക്കൽ മാത്രമുള്ളതാണ്. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത ഒരാളുടെ അടുത്ത് ആളെ ഭവനത്തിൽ നിന്ന് ഇറക്കി പ്രവാചകന്റെ അടുത്ത് എത്തി അഭിഷേകം ചെയ്യാനുള്ള ഒരു വഴിയാണ് കഴുതയെ കാണാതെ പോയത്. ശമൂവേൽ പറയുകയാണ്, കഴുതയെ കാണാവുന്ന നിന്റെ മനസ്സിൽ കഴുതയെ കണ്ടില്ലല്ലോ. ദൈവത്തിന്റെ മനസ്സിൽ ഇതാ ഇസ്രായേലിന്റെ പ്രത്യാശ. ഇസ്രായേൽ എല്ലാം ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഇത്. ഇതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്നോട് എന്താ ചോദിച്ചേ? ഒരാള് എനിക്ക് ഒരു ഒരു കാര്യം വേണം, എനിക്കൊരു കാര്യം ആവശ്യമാണ്, എനിക്കത് ഇന്ന് തന്നെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയായിട്ട് വന്നു. എന്താണ് ഈ പൊതി, ഇത് എന്താണ് ഈ പാക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, നിങ്ങളെന്താ ചോദിച്ചേ? നിങ്ങളല്ലേ പറഞ്ഞ ഒരു കാര്യം വേണമെന്ന്. അതാണോ ഇത്? അതെ എന്ന് പറയുന്ന പോലെ ഇസ്രായേൽ ജനം മുഴുവനും ഒരുമിച്ച് നിലവിളിച്ച് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇതായി നിൽക്കുന്ന ഇസ്രായേൽ സഹസ്രത്തിൽ സകല മനുഷ്യരെക്കാൾ തോൾ മുതൽ മുകളിലേക്ക് പൊക്കം കൂടിയവൻ. ഇസ്രായേലിലെങ്ങും അവനെപ്പോലെ ഒരുത്തനില്ല. കണ്ടുപിടിച്ചത് ദൈവമാണ്. രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവത്തോട് ഇസ്രായേൽ മക്കൾ നിലവിളിച്ചതിന്റെ മറുപടിയാണ്. ശമൂവേൽ പറയുകയാണ്, ഇസ്രായേലിന്റെ പ്രത്യാശയൊക്കെയും ആരുടെ മേലാ? മോനെ,
നീ കഴുതനെ അന്വേഷിച്ച് നടന്നു വന്നല്ലോ. എന്നാൽ ഏതാണെന്നറിയാമോ? ഇവിടെ വരാനുണ്ടായ കാരണം ദൈവം ഇസ്രായേൽ മക്കളുടെ നിലവിളിക്ക് കൊടുത്ത ഒരു മറുപടിയാണ്. അവരുടെ മുഴുവൻ പ്രത്യാശ നിന്റെ മേലാ. അപ്പൊ അതുകൊണ്ട് നീ എന്തിനു വേണ്ടിയിട്ട് ഈ സംഭവിച്ചതെന്ന് നീ കരുതിക്കൊള്ളണം. അങ്ങനെ ശൗലിനെ അഭിഷേകം ചെയ്ത് രാജാവാക്കി. തുടർന്നുണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്നത് ഇതൊക്കെയും ഒരു മുഖാന്തരമാണ്. എന്തിനു വേണ്ടിയിട്ട്? കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്താൻ. കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്താനുള്ള മുഖാന്തരം. അപ്പോൾ ഞാൻ കഴുതയെ അന്വേഷിച്ച് ഇറങ്ങാനല്ല ഇറങ്ങിയത്, ശമൂവേലിൻ്റെ അടുത്ത് എത്താനും അല്ല, പിന്നെയോ അഭിഷേകം ചെയ്ത് രാജസ്ഥാനത്ത് വരാനാണ് എന്ന് പറയുന്ന ആ ആശയത്തിന് ഒത്തതാണ് എന്തിനാണ് നിങ്ങളെ വിളിച്ചത് എന്നുള്ള ചോദ്യം. വിളിച്ചതിന് പല കാര്യങ്ങളുണ്ട്. വന്നത് പട്ടിണി കൊണ്ട് വന്നതാ, കടബാധ്യത കൊണ്ട് വന്നതാ, രോഗം കൊണ്ട് വന്നതാ, വ്യവഹാരം കൊണ്ട് വന്നതാ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സ്വസ്ഥത ഇല്ലാതിട്ട് വന്നതാ, സമൂഹത്തിൽ സ്ഥാനമില്ലാതിട്ട്, ഇങ്ങനെ പലവിധ തരത്തിലെല്ലാം യേശുവിൻ്റെ അടുക്കൽ വന്നതാണ്. പക്ഷേ വന്നതിൻ്റെ എത്തിയാൽ പിന്നെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ആരാധന. നിങ്ങൾ എത്തിയല്ലോ, എത്തി. നീ നിന്റെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ കഴുതയെ കണ്ടുകിട്ടുക എന്നുള്ളതല്ല. അതങ്ങ് വിട്ടോ, അത് തീർന്നു. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. നിനക്കൊരു പ്രത്യാശയുണ്ട്. നിന്നെ കൊണ്ടുവന്നപ്പോൾ നീ ഇതിനല്ല ഈ ലോകത്തിലേക്ക് അന്ന് ജനിച്ചിരിക്കുന്നത്. ഈ ലോകത്തിലേക്ക് നീ ജനിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ വാസം കഴിഞ്ഞതിന് ശേഷം നിന്നെ ഒരു ശ്രേഷ്ഠ പദവിയിലേക്ക് കൊണ്ടുപോകും. ആ പദവിയിൽ നിനക്ക് വളരെ ഒരു പ്രതിഫലം നിനക്ക് തരും. ആ പ്രതിഫലം വാങ്ങിക്കാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്കൊരു സ്ഥാനമുണ്ട്, അവിടെ അവകാശമുണ്ട്, ഒരു മനോഹര ദേശമുണ്ട്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതായ ഒരു പട്ടണം സ്വർഗത്തിലുണ്ട്. ആ പട്ടണത്തിൽ നിനക്ക് അളവുനൂൽ മനോഹര ദേശത്ത് വീണിരിക്കുന്നു എന്ന് വേദത്തിലുള്ളതുപോലെ നിനക്കൊരു അവകാശം അവിടെ ഉണ്ട്. ഈ അവകാശത്തെ പ്രാപിപ്പാനാണ് നിന്നെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നത്. അതിനെന്ത് ചെയ്യണം? അത് വേറെ ചെയ്യേണ്ട, ഒറ്റ വഴിയേ ഉള്ളൂ, ആരാധന. അതിന് നിന്റെ മരണത്തിൽ നിന്നെ വിളിച്ചല്ലോ, വിളിച്ച് നീ കർത്താരസലിൽ വന്നിരിക്കുന്നല്ലോ. മരിക്കുന്നതിന് മുമ്പ്, ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഒരാരാധനയിൽ, ഏതെങ്കിലും ഒരു ആരാധനയിൽ ദൈവം പ്രസാദിച്ച്, ദൈവം സാക്ഷ്യം കൽപ്പിച്ച് നീതിമാനായി തീരണം. അത്രയും വന്നു കഴിഞ്ഞാൽ നിനക്ക് ആ പ്രതിഫലം കിട്ടും. ഇതറിയുന്നവനാണ് ആരാധനയുടെ പ്രാധാന്യം അറിയുന്നു. ഇല്ലാതെ ആരാധനയ്ക്ക് എന്തിനാ ആരാധന? അതുകൊണ്ട് എന്താ സാധിക്കുന്നത് എന്നൊന്നും അറിയാതെ പോയിട്ട് യാതൊരു വിശേഷവും ഇല്ല. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഏറ്റവും പരമമായ ലക്ഷ്യം, ഈ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് പരമമായ ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ വിളിയുടെ ഒരു പരമമായ ലക്ഷ്യമുണ്ട്, ഒരു പ്രതിഫലം. അതിലേക്കുള്ള വഴിയാണ് ആരാധന. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. തടസ്സം നിൽക്കാൻ കർത്താവ് സമ്മതിക്കില്ല. പൗലോസ് പറഞ്ഞ പോലെ ഇസ്രായേൽ ഗോത്രം 12 രാവും പകലും ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ശ്രമിച്ച പ്രത്യാശ ഹേതുവായിട്ടാവുന്നു ഞാൻ ഇന്ന് ചങ്ങലയിലായിരിക്കുന്നത്. മുതലായ പൗലോസ് പറയുകയാണ്, ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത പ്രത്യാശ പ്രാപിപ്പാൻ കർത്താവ് ആരാധിച്ചുകൊണ്ട് അത് എത്തിപ്പിടിക്കാനാണ് കർത്താവ് വഴിവെച്ചിരിക്കുന്നത്. ആ ആരാധനയാണ് ആരാധന. അതിനു വേണ്ടിയിട്ടാണ്, അത് പ്രത്യാശയിലേക്കുള്ള മാർഗമാണ്, ആ വാതിലാണ്. ഈ വാതിൽ ഒരു ദിവസം തുറന്ന് അകത്ത് കടന്നു. ആര് കടന്നു? ഹാബേൽ കടന്നു. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഈ പ്രത്യാശയിലേക്ക് കടന്നു. കാരണം ആരാധിച്ച് ഹാബേൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. അതിനാൽ അവൻ നീതിമാനായി തീർന്നു. നീതിയുടെ വാതിലുകൾ എനിക്കായി തുറന്നു തരുവീൻ. അങ്ങനെ ആ നീതിയുടെ വാതിൽ തുറന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നതും നമ്മൾ പഠിക്കുന്നതുമായ വ്യക്തികളിൽ ആദ്യത്തെ വ്യക്തിയാണ് ഹാബേൽ. ആ വാതിൽ തുറന്നു, നീതി വാതിലുകൾ തുറന്നു. ആ വാതിൽ തുറന്നു. നീതി യാഗങ്ങളെ അർപ്പിപ്പീൻ. നീതി യാഗം അർപ്പിച്ചു, ദൈവമായിട്ട് ഉടമ്പടി ചെയ്തു, നീതി വാതിൽ തുറന്നു, അകത്ത് പ്രവേശിച്ചു. ഇനി പ്രശ്നമല്ല. എന്നറിയാമോ? ആരാധനയിൽ പ്രസാദിച്ചവനെ വെട്ടി തുണ്ടമാക്കിയാലും ഒരു പ്രശ്നവും ഇല്ല. കാരണം ഹാബേലിനെ
വയലിൽ വെച്ച് സഹോദരൻ കയർത്ത് കൊന്ന് അവിടെ ഇട്ടു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ആ സമയം മുതൽ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ വ്യക്തമായിട്ടും ശക്തമായിട്ടും അവന്റെ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങി. അതാണ് അതാണ് പിന്നീടുള്ള നിത്യതയിലുള്ള ജീവിതം. എന്നാൽ ആ ആരാധനയിൽ ദൈവം പ്രസാദിക്കുകയും സാക്ഷ്യം കൽപ്പിക്കുകയും ചെയ്യുന്നതിന് മുമ്പേ ഇവിടുന്ന് പ്രാണൻ പോയിരുന്നെങ്കിലോ അത് ശുഭമാകുകയില്ല. ആ പ്രാണൻ എത്തേണ്ടുന്ന സ്ഥാനത്ത് എത്തില്ല. എത്തേണ്ടുന്ന സ്ഥാനത്ത് എത്താതെ വണ്ണം ആ പ്രാണൻ നഷ്ടപ്പെട്ടു പോകാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ഓർക്കേണ്ടത്, ദൈവമേ, ഇന്നലെ ഇതുവരെയും ഞാൻ മരിക്കാതെ വണ്ണം ജീവനോടെ ഈ ലോകത്തിൽ കർത്താവിന്റെ കരത്താൽ കാക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഒരു ആരാധന കൂടി എനിക്ക് നൽകിയെന്ന് ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ പ്രത്യാശയിലേക്കുള്ള ആ നീതിയുടെ വാതിൽ തുറക്കാൻ ഒരു പ്രാവശ്യവും കൂടി എനിക്ക് അവസരം തന്നിരിക്കുകയാണ്. ഇന്ന് എനിക്ക് അതിനകത്ത് പ്രവേശിക്കണം. ഇന്ന് എനിക്ക് എൻ്റെ പ്രത്യാശ ഉറപ്പാക്കണം. അന്നേ മരിച്ചു പോയെങ്കിൽ ചെന്നേ വൻ നരകമതിൽ നിന്ന് നമ്മളൊരു പാട്ട് പാടും. അന്നേ മരിച്ചു പോയെങ്കിൽ, അന്നേന്ന് പറഞ്ഞാൽ ആരാധനയിൽ പ്രസാദിക്കുന്നതിന് മുമ്പ്, ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ മോശമായ സ്ഥലത്താണ് ചെന്നെത്തുള്ളൂ. എന്നാൽ ഇനി അങ്ങനെയല്ല. ദൈവമേ, കർത്താവേ, ഞങ്ങൾ ബലഹീനരാണ്, കുറവുള്ളവരാണ്, കുറ്റമുള്ളവരാണ്, ഏതുമില്ലാത്തവരാണ്. എങ്കിലും എൻ്റെ പ്രത്യാശ ഇന്ന് ഈ ആരാധനയിൽ കൂടി ഉറപ്പാക്കി തരണമെന്ന് കർത്താവിന്റെ സന്നിധിയിൽ പറയുമ്പോൾ, അത് ആത്മാർത്ഥതയോടുകൂടി ആകുമ്പോൾ, കപടമില്ലാതെ ആകുമ്പോൾ, നിശ്ചയമായിട്ടും ദൈവം നമ്മിൽ പ്രവർത്തിക്കുകയില്ലയോ? പ്രവർത്തിക്കും. ഇത് കൃപയുടെ കാലമാണ്. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ അവരെ പ്രാപ്തരാക്കിയെങ്കിൽ, കുഞ്ഞാടിന്റെ, അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ നിഷ്കളങ്ക രക്തം ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ മനസാക്ഷി എത്രയധികം നിർമ്മലീകരിക്കും എന്നുള്ളതാണ് വചനം ചോദിച്ചിരിക്കുന്നത്. മനസ്സ്, മനസാക്ഷിയും ആധാരപ്പെടുത്തി നിൽക്കുന്നത് രക്തത്തെയാണ്. കാരണം രക്തത്തിലാണ് ജീവൻ. ജീവൻ ജീവിപ്പിക്കുന്ന ആത്മാവാണ്. അപ്പോൾ മനുഷ്യന്റെ മനുഷ്യാത്മാവിൽ നിന്ന് ജീവനും ആ ജീവനാൽ മനസ്സും ഉയർന്നു നിൽക്കുകയാണ്. അതിൽ നിന്നാണ് മനസാക്ഷി ഉരുത്തിരിഞ്ഞു നിൽക്കുന്നത്. അത് നമ്മുടെ പഴയ മനസാക്ഷി ഒക്കെയും കർത്താവ് നീക്കിക്കളഞ്ഞതിന് ശേഷം കർത്താവിന്റെ രക്തം തെളിച്ച് ഒരു പുതിയ മനസാക്ഷി നമുക്ക് തന്നിരിക്കുക. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, പിന്നെയോ ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ട് എത്രയെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നമ്മൾ നല്ല മനസാക്ഷി, അതായത് ക്രിസ്തുയേശുവിന്റെ മനസാക്ഷി പ്രാപിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നവരാണ് എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസാക്ഷി എപ്പോഴും ക്രിസ്തുയേശുവിന്റെ രക്തത്തെ ആധാരമാക്കിക്കൊണ്ട് ഉയർന്നു നിൽക്കാൻ, ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, പാടുവാൻ, ജാഗരിക്കാൻ, ദൈവത്തിന് സ്തുതിയും സ്തോത്രം അർപ്പിപ്പാൻ ഇടയായിത്തീരണം. ഹാവേൽ സ്തുതിച്ച സ്തുതിയല്ല നമ്മുടെ സ്തുതി. ദൈവഭക്തനാണ്. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേൽ സ്തുതിച്ചു, അബ്രഹാം സ്തുതിച്ചു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകനാണ്. ആ യോഹന്നാനും സ്തുതിച്ചു. ദൈവത്തിന്റെ മക്കള്, അതായത് പുതിയ നിയമത്തിൽ നമ്മളും ഇരുന്ന് സ്തുതിച്ചു. നമ്മൾ വിശ്വാസത്തിൽ ചെറിയവരാണ്, നമ്മളും സ്തുതിച്ചു. ഏത് സ്തുതിയാ വലുതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഒന്നും സംശയിക്കേണ്ട. വചനം പറയുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമാണ് യേശുക്രിസ്തുവിന്റെ രക്തം. ആ രക്തമാണ് നമ്മുടെ സംസാരത്തിന് ആധാരം, നമ്മുടെ ആരാധനയ്ക്ക് ആധാരം. അപ്പൊ പിന്നെ ദൈവം പ്രസാദിക്കാതിരിക്കുമോ? അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് കർത്താവ് പ്രസാദിച്ച് നമ്മുടെ ഉത്തരവാദിത്വം നിവർത്തിച്ചിട്ട് മാത്രമേ നമ്മൾ പോകാവൂ. അതായത് കർത്താവ് എനിക്ക് അത് തരണം. എനിക്ക് ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇത് സാധിപ്പിച്ചു തരണം. ഈ യാത്രയിൽ പോകുമ്പോൾ വചനം പറയുന്നത് ഇത് കർത്താവ് ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ഏത്? പ്രസാദിക്കുക എന്നുള്ളതും, പ്രസാദിക്കുക, നമ്മളെ അനുഗ്രഹിക്കുക, നമുക്ക് വേണ്ട സംരക്ഷണം നൽകുക, ഈ കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്യേണ്ടതാണ്. കർത്താവ് എങ്ങനെ ചെയ്യും? വിളിക്കപ്പെട്ട മനുഷ്യന്റെ ഹൃദയാവസ്ഥ എങ്ങനെയോ അതനുസരിച്ചായിരിക്കും കർത്താവ് ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ ഇവനിൽ കപടമില്ല.
മനുഷ്യൻ ചെയ്യേണ്ടതുണ്ട്, ദൈവം ചെയ്യേണ്ടതുണ്ട്. എല്ലാവർക്കും പരാതിയാണ്. എന്തിനു വേണ്ടിയിട്ട്? എന്തിനു വേണ്ടി? കർത്താവേ എനിക്ക് ഇന്നത് വേണം. ആവശ്യം പറഞ്ഞ് ആ സ സ കാര്യം കർത്താവിങ്കലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലേ? ഇല്ല. പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. അതെന്തിനാ? ഇത് ഒത്തൊരുമിച്ചുള്ളൊരു യാത്രയാണ്. 2 പേർ ഒത്തിട്ടല്ലാതെ ഒരു വഴിക്ക് പോകാൻ കഴിയുമോ? ഞാനും എൻ്റെ കർത്താവും കൂടെ കൂടി ഒരുമിച്ചതിന് ശേഷമാണ് ഈ യാത്രയ്ക്ക് പോകുന്നത്. ക്രിസ്തുയേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. കർത്താവിനെ വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. അങ്ങനെ ക്രിസ്തുവുമായിട്ട് ഒരുമിച്ചുള്ള യാത്രയാണ് ഈ വിശ്വാസയാത്ര എന്ന് പറയുന്നത്. ഈ വിശ്വാസയാത്രയിൽ ഞാൻ ചെയ്യേണ്ടതുണ്ട്, കർത്താവ് ചെയ്യേണ്ടതുണ്ട്. നാം ഓരോരുത്തരും ചെയ്യേണ്ടതുണ്ട്, കർത്താവ് ചെയ്യേണ്ടതുണ്ട്. കർത്താവ് ചെയ്യേണ്ടത് ചെയ്യാത്തതിനെ കുറിച്ചാണ് നമുക്ക് പരാതി. ഞാൻ പോകുമ്പോൾ എനിക്ക് ആരാധനയ്ക്കുള്ള സൗകര്യം ഉണ്ടാക്കി തരേണ്ടത് കർത്താവാ. അത് കർത്താവ് ഉണ്ടാക്കി തരും. ജാതികളിൽ നിന്ന് അതിനുവേണ്ടി വേർതിരിക്കേണ്ടത് കർത്താവാ. തരും. എനിക്ക് ആത്മാവിന്റെ അഭിഷേകം തരേണ്ടത് കർത്താവാ. അത് തരും. വചനത്തോടെ ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കേണ്ടത് കർത്താവാ. അത് കർത്താവ് ചെയ്യും. പക്ഷെ നാം ചെയ്യേണ്ടതുണ്ട്. കർത്താവിനെ ഏറ്റുപറയണം. വിശുദ്ധ ജീവിതം നയിക്കണം. ഭോഷ്ക് പറയരുത്. 10 കൽപ്പനയുണ്ടെങ്കിൽ ദൈവം ഇസ്രായേലിന് 10 കൽപ്പന കൊടുക്കുമ്പോൾ ഇത് ചെയ്യേണ്ട കാര്യമുണ്ട്, ചെയ്യരുതാത്ത കാര്യമുണ്ട്. മോഹിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളസത്യം ചെയ്യരുത്, അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഇതാണ്. ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ ബഹുമാനിക്കുക, എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെക്കാൾ കൂടുതലാണ് ചെയ്യരുതാത്തത്. ചെയ്യരുതാത്ത കാര്യങ്ങളാണ് കർത്താവ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തും ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യാതെയും അവനെ തന്നെ സൂക്ഷിച്ച് അങ്ങ് പോകുമ്പോൾ മറുഭാഗത്ത് ഞാൻ കർത്താവിനെ വിശ്വസിച്ച് ഞാൻ ഇറങ്ങിയതാ. എല്ലാ ദിവസവും ഞാൻ ആരാധനയ്ക്ക് പോകുമായിരുന്നു. എല്ലാ ആഴ്ചയും ഞാൻ ആരാധനയ്ക്ക് പോകും. എല്ലാ ദിവസവും ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആരോടും ഒരു ദോഷവും കരുതില്ലായിരുന്നു. എനിക്ക് ഉള്ള നന്മയിൽ നിന്ന് ഞാൻ എല്ലാവർക്കും പകരം കൊടുക്കുമായിരുന്നു. എനിക്കുള്ളതെല്ലാം ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കുമായിരുന്നു. ഞാൻ ഒന്നും എനിക്ക് വേണ്ടി കരുതില്ലായിരുന്നു. ഞാൻ ആരോടും പ്രതികാരം വയ്ക്കില്ലായിരുന്നു. ഞാൻ ആരെയും വിധിക്കില്ലായിരുന്നു. ഞാൻ ഒരിക്കലും തന്നിഷ്ടം ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കലും പ്രതികാരം ചെയ്തിട്ടില്ല. ഞാൻ ഭാരമൊന്നും ഉള്ളിൽ വയ്ക്കാതെ കർത്താവിനെ ഏൽപ്പിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഗതി വന്നല്ലോ. അത് വരില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറുഭാഗം ചെയ്യാതിരിക്കുന്നവനല്ല കർത്താവ്. ജീവിത അനുഭവങ്ങളാണ്. ഒപ്പം പറയാൻ ആളുണ്ട്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഭാരമൊന്നും വെക്കാറില്ല. അപ്പൊ തന്നെ കർത്താവിന് പറയാനുണ്ട്. എന്ത്? നിന്റെ ഭാരം നീ ഹൃദയത്തിൽ വെക്കാറില്ലെങ്കിൽ ആ ഭാരം മുഴുവൻ ചുമന്നത് ഞാൻ ചുമന്നിട്ടുണ്ട്. ഞാൻ ആരെയും വിധിക്കാറില്ല. നീ വിധിക്കാറില്ലെങ്കിൽ നിന്നോട് ആരെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിധിക്കാറുണ്ട്. ഞാൻ ഒരാളോടും പ്രതികാരം ചെയ്യാറില്ല. ഇല്ല. നീ പ്രതികാരം ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ അവരോട് പ്രതികാരം ചെയ്തിട്ടുണ്ട്. നിന്നോട് ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ അവരോട് ഞാൻ പ്രതികാരം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും തന്നിഷ്ടം ചെയ്തിട്ടില്ല. നല്ല കാര്യം. കാരണം നിനക്ക് നിത്യജീവന് വേണ്ടി തന്നെ ദൈവേഷ്ടം ചെയ്യുന്നത് എന്നേക്കും ഇരിക്കും എന്നുള്ള വചനപ്രകാരം നിന്റെ ഇഷ്ടം ചെയ്യാതെ വന്നപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നിന്നിൽ കൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്ത് ഭയങ്കരമാണ്. നമ്മളോട് കൂടെ നിൽക്കുന്നവൻ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നില്ല. അത് കേൾക്കണം. വിശ്വാസത്താൽ അത് കേൾക്കണം. അപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം മാറുന്നത്. അതിന് പകരം ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല. ഭാരം കൊണ്ട് നടക്കുക, പ്രതികാരം കൊണ്ട് നടക്കുക, എല്ലാവരെയും വിധിക്കുക. തന്നിഷ്ടമേ ചെയ്യൂ. ഇങ്ങനെ സ്വന്തം വഴികളിൽ കൂടി ഇങ്ങനെ പോയതിന് ശേഷം കൂടെയുള്ള ആളെ കുറ്റം പറയാം. എനിക്കൊരു നന്മയില്ല. എൻ്റെ ശത്രുക്കളാണെങ്കിൽ
എന്നെ ഉപദ്രവിച്ചവരാണെങ്കിൽ അവർ സന്തോഷമായിട്ട് നടക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരൊക്കെ നല്ല സന്തോഷമായിട്ട് ആനന്ദമായിട്ട് നടക്കുന്നു. എൻ്റെ ഗതി സൂക്ഷിച്ചാൽ മതി, സൂക്ഷിച്ചാൽ മതി. ചെയ്യേണ്ടത് കാര്യങ്ങളുണ്ട്, ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട്. ഭാരമൊന്നും വെക്കണ്ട, പ്രതികാരമൊന്നും വെക്കണ്ട, വിധിക്കണ്ട, തന്നിഷ്ടം ചെയ്യണ്ട, തന്നിഷ്ടം ചെയ്യണ്ട. ഇതൊക്കെ കൂടെയുള്ള ആൾ ചെയ്തോളും. ചെയ്തില്ല എങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ചെയ്തില്ല എങ്കിൽ ഞാൻ അവരോട് എന്നെ അത്രയും ഉപദ്രവിച്ചിട്ട് ഞാൻ പകരം ചെയ്തില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്തത് എന്ന് എന്ന് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിവുള്ളവൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. നിന്നെ നിന്നെ തുടർച്ചയായിട്ട് ഉപദ്രവിച്ച് നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച് സകല ദ്രോഹവും ചെയ്തവനെ നീ ക്ഷമിച്ച് അവനെ സ്നേഹിച്ച് അവന് ചില സഹായങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവൻ ഭാഗ്യവാനാന്ന് നീ പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ചെയ്തതിന് നിശ്ചയമായിട്ടും പ്രതികാരത്തിന്റെ ദൈവം പ്രതികാരം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകക്ഷി എന്ന് പറയുന്നത്, നമ്മോട് കൂടെ ഉള്ളവനെന്ന് പറയുന്നത് അവന്റെ വിശ്വസ്തത. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കും. ഈ കഴിഞ്ഞ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് എന്നിൽ പ്രസാദമില്ലാത്ത ചില വാക്കുകൾ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ സംസാരിച്ചു. കാരണം നീരസമുണ്ട്, ചിലരോടൊക്കെ നീരസമുണ്ട്, ഹൃദയത്തിൽ കയ്പുള്ള വേരുണ്ട്. ഉടനെ തന്നെ ദൈവസന്നിധിയിൽ ഞാൻ പറഞ്ഞു, ശരിയാണ് കർത്താവ്, എന്താ ചെയ്യണേ? എന്താ നാശത്തെ അധീനമായ ജഡത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഈ ജഡത്തിന്റെ സ്വാധീനത്തിൽ പെടുത്തിപ്പെട്ട് ഇതൊക്കെ ഉണ്ട്. ഉടനെ തന്നെ കർത്താവ് ഇടപെട്ടു. ഉടനെ തന്നെ കർത്താവ് ഇടപെട്ടു. അതിന് വേണ്ട ക്രമീകരണങ്ങൾ തരും. അതുകൊണ്ട് വിചാരപ്പെടരുത്. അവൻ വിചാരപ്പെട്ടോളൂ. ഭാരം വെക്കരുത്, അവൻ പറഞ്ഞു വന്നോളൂ. തന്നിഷ്ടം ചെയ്യരുത്, അവന്റെ ഇഷ്ടം നമ്മളെ കൊണ്ട് ചെയ്യിച്ചോളും. പ്രതികാരം ചെയ്യരുത്, അവൻ പ്രതികാരം ചെയ്യും. വിധിക്കരുത്, നീ ദൈവമൊന്നുമല്ല. ന്യായവിധിക്ക് ഒരുവനേ ഉള്ളൂ, ദൈവമാണ്. അതവൻ ചെയ്തോളൂ. നീ നിനക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചിന്തിക്കരുത്, അവൻ ചിന്തിച്ചോളും. ഈ കാര്യങ്ങൾ ഇത്രയും സൂക്ഷിച്ച് അങ്ങോട്ട് പോയതിന് ശേഷം കർത്താവിനോട് പറഞ്ഞ്, കർത്താവേ, ഞാൻ മണ്ടനായല്ലോ. ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ എല്ലാവരും ഒക്കെ കാര്യസാധ്യം നേടി, ഞാൻ മാത്രം ഇങ്ങനെ ആയിരിക്കും. ഒന്നുമല്ല. സകലം ഇത്രയും കാര്യങ്ങൾ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവനെ ഏൽപ്പിച്ച് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനും ചെയ്താൽ ഈ ജീവിതം എന്താണെന്നറിയാമോ? പിന്നെ മറ്റുള്ളവരായിട്ട് താരതമ്യപ്പെടുത്താൻ നോക്കരുത്. അംബാനിയായിട്ട് താരതമ്യപ്പെടുത്തി വർഷത്തില് കോൾഗേറ്റ് സാഹിബ് വിശ്വാസിയാന്നാ പറയണേ. അദ്ദേഹമായിട്ട് താരതമ്യപ്പെടുത്തി കിട്ടുന്നതിൽ 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 99 രൂപയും പിന്നെ സഭയ്ക്ക് വേണ്ടി കൊടുക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുമായിട്ട് താരതമ്യപ്പെടുത്തി അതല്ല പറഞ്ഞേ. നമ്മൾ അത് പറഞ്ഞിട്ടില്ല. കോൾഗേറ്റ് സാഹിബുമായിട്ട് താരതമ്യപ്പെടുത്താൻ നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കൂടി കടന്ന് ഒരു ലക്ഷ്യത്തിൽ എത്തുവാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് നടത്തുവാണ്. അതിനു വേണ്ടിയിട്ടാ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനല്ല. മനുഷ്യനെ നോക്കിയാൽ വീഴും. മനുഷ്യനെ നോക്കിയാൽ വീഴും. പിന്നെയോ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ക്രിസ്തുവിലേക്ക് നോക്ക്. ക്രിസ്തുവിലേക്ക് നോക്കി ഇത്രയും കാര്യങ്ങൾ ചെയ്തു പോ. ഒരിക്കലും അവന്റെ സ്ഥാനം ഞാൻ എടുക്കരുത്. യോസഫിന്റെ സഹോദരന്മാരെല്ലാവരും കൂടി വന്ന് കാൽക്കൽ വീണു. യോസഫേ, പറ്റിപ്പോയി. ഞങ്ങൾ നിന്റെ അടിമകളാ, നിന്റെ ദാസന്മാരാ ഞങ്ങള്. എന്തൊക്കെ വാക്കുകളാന്ന് ഓർക്കണം. അന്ന് ആ കൊല്ലാൻ നേരത്ത് ഇവനെ കൊല്ലണം എന്ന് നിർബന്ധം പിടിക്കുമ്പോ എന്റെ ജീവൻ തന്നാ മതി എന്ന് പറഞ്ഞ് നിലവിളിച്ച ഒരു ദിവസമുണ്ട്. എന്നെ കൊല്ലാതിരുന്നാ മതി എന്ന് പറഞ്ഞ ഒരു ദിവസമുണ്ട്. ഒരു ദൈവം അവര് കാണിച്ചില്ല. ഒരു ദൈവം. ഇന്ന് ഇതിനെ മുഴുവനും ഇല്ലാതാക്കി കളഞ്ഞാൽ ആരും ചോദിക്കാനില്ല, ദൈവം ഒഴികെ. അവരുടെ ആ നിലവിളി കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ കരഞ്ഞു. അവൻ ഓർത്തത് ദൈവത്തെയാണ്.
അവൻ ഓർത്ത ദൈവത്തെയാ. അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ? ഇത്രയും കാലമായി ഞാൻ ദൈവത്തിന്റെ സ്ഥാനം എടുത്തിട്ടില്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുമുണ്ട്. അന്ന് ആ പോത്തിഫറിന്റെ ഭാര്യയുടെ അടുത്ത് ഭാര്യ ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞപ്പോൾ, ഞാൻ ന്യായപ്രമാണത്തിൽ 10 കൽപ്പന ഉണ്ടെങ്കിൽ അതിലധികവും അരുതാത്തതെന്നാ. വ്യഭിചാരം ചെയ്യരുത്, മോഹിക്കരുത്, മോഷ്ടിക്കരുത്. ആ അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരുന്നു. ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഇതല്ലാതെ ഞാൻ മറ്റൊന്നും ചെയ്തില്ല. ഇന്ന് ഇന്ന് എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്നവൻ. ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യുന്നില്ല. ഞാൻ ഒരു ഭാരവും ഉള്ളിൽ വെക്കുന്നില്ല. ഞാൻ തന്നിഷ്ടമൊന്നും ചെയ്യുന്നില്ല. ഞാൻ ആരെയും വിധിക്കുന്നില്ലെന്ന്. അതൊക്കെ ചെയ്യേണ്ട ഒരാളുണ്ട്. ഏഹ് വിധിക്കുന്ന ന്യായാധിപൻ വിധിക്കുന്നവൻ ന്യായാധിപനായി എന്നോടൊപ്പം ഉണ്ട്. കർത്താവിന് ഇഷ്ടം. നിത്യത ഞാൻ നിത്യത പ്രാപിപ്പാൻ അവന്റെ ഇഷ്ടം എന്ത് ചെയ്യണമെന്ന് അറിയാവുന്നവൻ, അവന്റെ ഇഷ്ടം എന്നിൽ കൂടി പ്രവർത്തിക്കുന്നവൻ എൻ്റെ കൂടെ ഉണ്ട്. എന്തെങ്കിലും എനിക്ക് ദോഷം വരുത്തിയാൽ അതിന് പ്രതികാരം ചെയ്യുന്നവൻ അവനാണ്. അവൻ എന്നോട് കുഴപ്പമുണ്ട്. പിന്നെ എന്തിന് ഞാൻ ഭയപ്പെടണം? പിന്നെ ക്രിസ്തീയ ജീവിതം ശാശ്വതഭദ്രമാണ്, ഭദ്രതയുള്ളതാണ്. ഒരിക്കലും ഒരിക്കലും അതാണ് പലരും ചോദിച്ചിരിക്കുന്നത്, നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുണ്ട്? നിഷ്കളങ്കൻ നിഷ്കളങ്കന്മാരെ നിരസിക്കാത്തവനാണ് ദൈവം. അവർക്കൊന്നും ഒരു ദോഷവും വരുവാൻ ദൈവം സമ്മതിക്കില്ല. നേരുള്ളവർക്ക് ഒരു നന്മയും മുടക്കം വരുത്താത്തവൻ. ദൈവത്തിന്റെ സൈഡിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ദൈവത്തിന്റെ നോട്ടം. ദൈവം മനുഷ്യനെ ആദാമിനെ സൃഷ്ടിച്ചത് തന്നെ നേരുള്ളവനായിട്ടാണ്. ഈ ലോകം മുഴുവനും സകല മനുഷ്യരും നേരുള്ളവരായിട്ട് ജീവിക്കാൻ അവൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം മനുഷ്യനിൽ ആദിയോടന്തം ആഗ്രഹിക്കുന്ന, ദർശിക്കാൻ ആഗ്രഹിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന, അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് നേരുള്ള ജീവിതം, നേരുള്ള വാക്ക്, നേരുള്ള ഹൃദയം, നേരുള്ള പ്രാർത്ഥന. എവിടെയെല്ലാം ഉണ്ടെന്നറിയാം? കപട കപടം ഇതിന്റെ ഇതാണ്. വക്രതയും കപടവുമാണ് അതിന്റെ എതിര്. തലമുറ വക്രത, പ്രാർത്ഥനയിൽ കപടം, സ്നേഹത്തിൽ കപടം, വിശ്വാസത്തിൽ കപടം, കപടവിശ്വാസം. ഇങ്ങനെയുള്ള സകലത്തിലും ഇന്ന് ആത്മീക ലോകത്തിൽ കയറി കിടക്കുന്നതാണ് കപടം. ദൈവം ഏറ്റവും വെറുക്കുന്നതാണ്. കപടം കാണിക്കുന്നവന് കർത്താവായിരിക്കാൻ ദൈവത്തെ കിട്ടില്ല. അത് നമ്മുടെ കയ്യിൽ എഴുതി വെച്ചോളണം, നമ്മുടെ മനസ്സിൽ എഴുതി വെച്ചോളണം. കപടം കാണിക്കുന്നവൻ കർത്താവ് എന്ന് വിളിച്ചാൽ കർത്താവ് ലജ്ജിക്കും. ഒരിക്കലും കപടം കാണിക്കാൻ പാടില്ല. 63 സങ്കീർത്തനം അല്ല, യെശയ്യാപ്രവചനം 63 അധ്യായം പറയുന്നത് പ്രകാരമാണ്. എന്താണെന്നറിയാമോ? അവർ എൻ്റെ ജനം, കപടമില്ലാത്ത മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു. ഒരു മനുഷ്യനെ കർത്താവ് രക്ഷിതാവായിട്ട് വിളിച്ച് വേർതിരിച്ച് കൊണ്ടു നടക്കണമെങ്കിൽ അവൻ കപടമില്ലാത്തവനായിരിക്കണം. അപ്പൊ ചോദിക്കും യാക്കോബ് വന്നു, അത് കപടം, ഉപായവും കപടം ഉള്ളൂ. പക്ഷെ ഒരു കാര്യം കർത്താൻ അറിയാം, ഒരു കാര്യം അറിയാം, അത് നീങ്ങിപ്പോകുന്ന കപടമാണ്. വഴി നടത്തിയാൽ, ശോധന ചെയ്ത് വഴി നടത്തി അവനെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ യാതൊരു കപടവുമില്ലാത്ത സാക്ഷാൽ ഇസ്രായേലിനായി തീരാൻ സാധിക്കുന്ന ഒരു പാത്രമാണത്. അല്ലാതെ വിളിക്കുമ്പോഴേ തന്നെ അവരെല്ലാവരും എല്ലാം തികഞ്ഞവരാ അല്ല. അങ്ങനെ കിട്ടില്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യോശുവയെ കുറിച്ച് കർത്താവ് പറഞ്ഞതുപോലെ, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത പുള്ളി എടുത്ത് പോകുന്നത് ഏതിൽ നിന്നാ? ഈ ലോകത്തിൽ നിന്നല്ലേ വിളിച്ചെടുത്തേ. അപ്പോൾ അവരിൽ കുറ്റവും കുറവുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതല്ല, കഴുകിയെടുത്താൽ കഴുകിയെടുത്താൽ ഈ പാത്രത്തെ അഴുക്ക് മാറ്റിയെടുത്താൽ ഇതേതാണെന്നറിയാമോ? ഇന്ന് എന്തൊക്കെ പോവും? കർത്താവ് വെള്ളി അല്ല, ഇതിനകത്ത് പോകാനുള്ളത് ഇരുമ്പ്, ചെമ്പ്, ഈയം, ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെയും പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. അതങ്ങ് പോയി കഴിഞ്ഞാൽ ഉരുപ്പടിയായിട്ട് വെള്ളി കിട്ടും ഇതിൽ നിന്ന്. എന്നാൽ ചിലതിനോട് പറയും, കാര്യമില്ല. കാരണം അതിൽ നിന്ന്
ചെമ്പ് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. ചെമ്പെന്ന് പറഞ്ഞാൽ ദുഷ്ടതയാണ്, കപടം പറഞ്ഞു നടക്കുന്നതാണ്. ഇരുമ്പ് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല, കാരണം അത് ഇടകലർന്നിരിക്കുന്നതാണ്. അതിനെ നന്നാക്കാൻ പറ്റാതെ അങ്ങ് കളയും. അതുകൊണ്ടാണ് അതിന് കറക്കൻ വെള്ളി എന്ന് പേര് വരുന്നത്. ഇങ്ങനെ ഈ ലോകത്തിൽ കറക്കൻ വെള്ളികളായി തീർന്ന വിശ്വാസ ജീവിതങ്ങൾ വളരെയാണ്. നാം അതിൽ പെട്ടു പോകാതിരിപ്പാൻ നാം മോശമൊന്നുമല്ല, മോശമൊന്നുമല്ല. ഒരാളുടെ ശരീരം ഒന്ന് പരിശോധിച്ചതിന് ശേഷം അയാൾ കണ്ട സ്വപ്നമാണ്. അയാൾ പറയുകയാണ്, കപടവും വക്രതയും തന്നെയാണ് വെളിപ്പെട്ട് വരണേന്ന്. മനുഷ്യന്റെ പ്രകൃതി അതാ, മനുഷ്യന്റെ പ്രകൃതി അതാ. ദൈവം ആഗ്രഹിച്ചതോ, ഈ ലോകത്തിലുള്ളവർ ഇന്ന് 1000 കോടി മനുഷ്യരുണ്ട്. ഇവരെല്ലാവരും നേരുള്ളവരായിട്ട് ജീവിക്കുകയാണെങ്കിൽ, ദൈവം അതിനാ സൃഷ്ടിച്ചേ, നേരുള്ളവരായിട്ട് ജീവിക്കുകയാണെങ്കിൽ എന്താ ഈ ലോകം? ദൈവം എത്രമാത്രം അവരെ സഹായിക്കും, എത്രമാത്രം ദൈവം സന്തോഷിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തു കൊള്ളുക. ഒരു കാര്യം, നാം ആരാധിപ്പാൻ കർത്താവിന്റെ സന്നിധിയിൽ അടുത്ത് വന്നിരിക്കുക. അതിന് കാരണം ദൈവം നമ്മിൽ പ്രസാദിക്കണം, നമ്മൾ സാക്ഷ്യം കൽപ്പിക്കണം, നീതിമാന്മാരായി തീരണം. അതിൽ കൂടിയേ ആ പ്രത്യാശയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. നമ്മുടെ പ്രാണൻ സംസാരിക്കണം. അതിനുവേണ്ടി ദൈവദർശനത്തിലേക്ക് വരുമ്പോൾ കർത്താവ് നോക്കുന്നത് നേരുള്ള ജനത്തിന്റെ ആരാധന. നേരുള്ള ജനം. അനേക ഭാരങ്ങൾ, അനേക പ്രതികാരങ്ങൾ, വേദനപ്പെട്ടിരിക്കുന്ന ഹൃദയം, നീരസപ്പെട്ടിരിക്കുന്ന ഹൃദയം, പ്രതികാര ചിന്തയിലിരിക്കുന്ന ഹൃദയം, വചനം പറയുന്നത് ഈ ദുഷ്ടവിധി കൊണ്ട് വിധി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഹൃദയം, ഇങ്ങനെ വിവിധ തരത്തില് നിറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ വന്നിരുന്നാൽ അത് ആരാധന നേരുള്ള ആരാധനയായി തീരുകയില്ല. ഇന്ന് നമുക്ക് അതൊക്കെ ഒന്ന് വിട്ട്, അതെല്ലാം വിട്ട് പൂർണ്ണമായിട്ടും നേരുള്ള ഒരു ഹൃദയത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ പ്രാപ്തരാക്കട്ടെ. മുട്ടുമടക്കം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ ഈ സമയം വരെയും നടത്തിയ ദൈവം, ഇന്നത്തെ ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം ആരാധനയ്ക്കായി ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കർത്താവെ കപടമില്ലാത്ത അധരത്തോടെ കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ നേരുള്ള ഹൃദയം ഞങ്ങൾക്ക് തരുമാറാകണം. കർത്താവെ, ഞങ്ങൾക്ക് സ്വന്തം ഇഷ്ടം കർത്താവെ ഏത് വിധേനയും നിവർത്തിക്കണം എന്നുള്ള ചിന്ത ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകണം. ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ കീഴടങ്ങണം. കർത്താവ്, ഞങ്ങൾ ആരെയും വിധിക്കാൻ സമ്മതിക്കരുത്. ന്യായവിധി എല്ലാം കർത്താവിനെ ഏൽപ്പിക്കണം. കർത്താവ്, ഞങ്ങൾ പ്രതികാര ചിന്തയിൽ ഇരിക്കാൻ സമ്മതിക്കരുത്. പ്രതികാരം കർത്താവിനുള്ളതാണ്, കർത്താവിന് ഏൽപ്പിക്കണം. കർത്താവ്, ഞങ്ങൾ ഭാരം ചുമന്നുകൊണ്ട് ഈ യാത്ര ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് അത് കർത്താവിന്റെ മേൽ വെച്ചുകൊണ്ട് ഓടുവാൻ ഞങ്ങൾക്ക് കർത്താവ് കൃപ തരണം. ദൈവമേ, ഇന്ന് ഞങ്ങളോട് മനസ്സലിവ് തോന്നണം, ഞങ്ങളോട് കരുണ തോന്നുമാറാകണം. യേശുവേ, ഞങ്ങളുടെ മേൽ കർത്താവിന്റെ കരം അനുഗ്രഹത്തിനായിട്ടും വിടുതലിനായിട്ടും കർത്താവിന്റെ സന്നിധിയിലുള്ള ശ്രേഷ്ഠതയുടെ സാക്ഷ്യത്തിനായിട്ടും കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യോസേഫ് ചോദിച്ചപ്പോൾ, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ? ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ കർത്താവെ നാഥാ ഞങ്ങൾ കയറിയെടുക്കാതെ, ദൈവത്തെ ചോദ്യം ചെയ്യാതെ, ദൈവത്തിന്റെ പ്രവൃത്തിയെ ഞങ്ങൾ തുച്ഛീകരിക്കാതെ, ദൈവമേ കർത്താവെ, ഞങ്ങൾ എപ്പോഴും ഏത് വിധേനയും കർത്താവെ തന്റെ സകല പ്രവൃത്തിയിലും കർത്താവ് നീതിമാനായിരിക്കുന്നത് പോലെ കർത്താവെ ഞങ്ങളോടുള്ള പ്രവൃത്തിയിൽ കർത്താവ് നീതിമാനാണെന്ന് വിശ്വസിച്ച് കർത്താവെ ദൈവം ചെയ്യേണ്ട കാര്യങ്ങളെ ദൈവത്തിന് ഏൽപ്പിച്ച് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ കർത്താവിന്റെ ബലമുള്ള കരത്തിന് കീഴടങ്ങിയിരുന്ന് കർത്താവ് ചെയ്ത് പൂർത്തിയാക്കി സാക്ഷ്യം പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണം. ഈ ആരാധന ഒരു പുതിയ ജീവിതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുമാറാകട്ടെ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. യേശു എന്നടിസ്ഥാനം ആശയാവനിലത്രേ, യേശു എന്നടിസ്ഥാനം ആശയാവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ.